ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവരും നോമ്പും പെരുന്നാളൊക്കെ നല്ല ഉഷാറായിട്ട് കഴിഞ്ഞില്ലേ? അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വ്ളോഗാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഒരു ദിവസത്തെ പരിപാടി തന്നെ ഈ ഒരു വീഡിയോയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാനും മറക്കല്ലേ. രാവിലെ ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പച്ച മാങ്ങ കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, അത് നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ വരയിട്ട് കൊടുത്തു കേട്ടോ ചുറ്റിലും. അപ്പം ഇങ്ങനെ തന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടിയിട്ടുണ്ടാവും എന്ത് ചെയ്യാൻ പോവാന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ. ഒരു വൃത്തിയുള്ള പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ടതിന് ശേഷം അതിന് 2 വെളുത്തുള്ളിയും അതുപോലെ തന്നെ 1.25 ടേബിൾ സ്പൂണും മുളകും പൊടി, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു മല്ലിപ്പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പൊടി ഉപ്പാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ മാങ്ങ തന്നെ കേട്ടോ. അങ്ങനെ അതൊക്കെ ചേർത്തതിന് ശേഷം ഇനിയിപ്പോൾ മെയിനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട 2 സംഭവങ്ങൾ വരുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു തുള്ളി വിനാഗിരിയും കൂടെ ചേർത്തതിന് ശേഷം ഒരു കവറിൽ തന്നെ 2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ഇങ്ങനെ മറച്ച് വെക്കുന്നുണ്ട്. നമുക്ക് ഒരു കവറല്ല, ചിലർ 2-3 കവറൊക്കെ ഇടുന്ന കാണാം. ഞാൻ പിന്നെ ഒരു കവർ തന്നെ ഇങ്ങനെ ചുറ്റിയെടുത്തു. പിന്നെ അതിൻ്റെ മേലെ ഒരു കോട്ടൺ തുണിയും കൂടെ ചുറ്റിയതിന് ശേഷം ഇങ്ങനെ കല്ലിലിട്ട് അടിക്കുക കേട്ടോ. നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ അടിച്ചതിൽ കുറേ ഭാഗം പൊട്ടി പോന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല സുർക്കയിലും അതുപോലെ വെളിച്ചെണ്ണയിലും അലക്കും കൂടെ നന്നായിട്ട് മിക്സായിട്ട് മാങ്ങയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കവറൊക്കെ പൊട്ടിയിട്ട് കുറേ ഇപ്പുറത്തേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ തന്നെ കേട്ടോ ഒരു ബൈറ്റ് എടുക്കുന്നത്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. പക്ഷേ പുളിയുള്ള മാങ്ങ കേട്ടോ ഇങ്ങനെ ആക്കി എടുക്കേണ്ടത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുളിയൊന്നും ഓവറായിട്ട് തോന്നിക്കുന്നേ ഇല്ല. പിന്നെ അടിച്ച് വാരലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഉമ്മ ഉപ്പേരിക്കുള്ള കട്ട് ചെയ്യുമ്പോൾ ഒരാൾ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ക്യാരറ്റൊക്കെ ഞാനിങ്ങനെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ചൂട് പോകാൻ വേണ്ടി പുറത്ത് വെച്ചാണ്. പിന്നെ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് ഇനി ചിക്കൻ മസാല തേക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടെ, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടി ഗരം മസാല ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ചേർക്കാറൊന്നുമില്ല. അങ്ങനെ അതൊക്കെ ചേർത്ത് വിനാഗിരിയും കൂടെ ചേർത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം പാക്കറ്റിൽ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അല്ല, ഞാൻ ചതക്കി എടുക്കാനാണ് ഇപ്പം മടിയായപ്പോൾ ഈ ഒരു പാക്കറ്റിൽ ചേർത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും പിന്നെ മല്ലിയിലയും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മസാല കുഴച്ചെടുക്കുക. അങ്ങനെ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം ഫ്രിഡ്ജിലോട്ട് മാറ്റാം. പിന്നെ ഞാൻ ഈ ഒരു ബോയിൽ ചെയ്ത് വെച്ചത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ജ്യൂസ് അടിക്കാമല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി ഞാൻ ഈ ഒരു തട്ടിലുള്ളത് ഞാൻ ഫ്രീസറിലേക്ക് വെച്ച് പെട്ടെന്നൊന്ന് തണുപ്പാൻ വേണ്ടി ഫ്രീസറിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട്. കാരണം ഇപ്പം തന്നെ ജ്യൂസ് അടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് ബോയിൽ ചെയ്ത് വെച്ചാൽ 1.5 ആഴ്ചത്തോളം നമുക്ക് കിട്ടൂട്ടോ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ജ്യൂസ് അടിക്കാമല്ലോ. നല്ല അടപ്പുള്ള പാത്രത്തിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണേ. പിന്നെ മീൻ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിന്ന് മത്തി ആട്ടോ ഉണ്ടായിരുന്നു. മത്തി കറി മത്തി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പല നാട്ടിലും പല പേരായിരിക്കും. ചിലവർ ചാള എന്നൊക്കെ പറയുന്ന സംഭവം. അങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് ക്യാരറ്റ് ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതൊന്ന് തണുപ്പിച്ചതിന് ശേഷം മിക്സിയിലോട്ടിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ കട്ടപ്പാലല്ല കേട്ടോ, കട്ടപ്പാലുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ചേർക്കാം. അതാകുമ്പോൾ അടിപൊളി. കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേ ഇതൊന്ന് നന്നായിട്ട് അടിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ നന്നായിട്ട് അടിച്ചതിന് ശേഷം കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ നട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല വനില ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുത്താൽ പൊള്ളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. പിന്നെ അത് സ്റ്റോക്കില്ലാത്തതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തില്ല കേട്ടോ. അങ്ങനെ മീൻ പൊരിച്ചതൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചു. ഇനി നമുക്കിവിടെ ചിക്കൻ മസാല തേച്ച് വെച്ചില്ലേ, അതൊന്ന് ഫ്രൈ ചെയ്ത് അത് കടായും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതൊക്കെ ചിക്കൻ കടായി അല്ലെങ്കിൽ ചിക്കൻ 65 ചിക്കൻ ചില്ലിയൊക്കെ ആക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ആയി ചിക്കൻ കടായി ഉണ്ടാക്കിയിട്ട് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല വെളിച്ചെണ്ണയിലാട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ അധികം നമ്മൾ വീട്ടിൽ തന്നെ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയിലാട്ടോ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാറ്. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിതാ ഇവിടെ അതിലേക്കുള്ള സാമഗ്രികളൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. 2 ഉള്ളി, അതുപോലെ ഒരു തക്കാളി, 2-3 തക്കാളിയൊക്കെ ഇടാം കേട്ടോ. പക്ഷെ ഞാൻ തക്കാളി കുറച്ചിട്ട് ക്യാപ്സിക്കം ഇട്ടു. ഇതിലേക്ക് ക്യാപ്സിക്കം ഇടാറില്ല കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ചു
ഇന്ന് അതും കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അതിന് പകരം 3 തക്കാളി ആട്ടോ ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ ഞാനൊരു ചെറിയ തക്കാളി മാത്രമാണ് ഇതിലേക്ക് ഇട്ടുള്ളത്, പിന്നെ 2 പച്ചമുളക്. അപ്പോൾ അതായത് ഞാൻ ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു എണ്ണയ്ക്ക് തന്നെ കേട്ടോ ഈ ഒരു ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പെട്ടെന്നൊന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ പാകത്തിന് നോക്കി ചേർത്ത് കൊടുത്തോളൂ. പിന്നെ നമുക്കിവിടെ കറിവേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ മല്ലിയിലൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.25 ടേബിൾ സ്പൂൺ മുളകും പൊടി, പിന്നെ ഒരു നുള്ള് ഗരം മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും കട്ട് ചെയ്തത്, ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളകും പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം ഞാൻ ഓവറായിട്ട് വാടാൻ നിന്നിട്ടില്ല കേട്ടോ, കാരണം അതൊരു പച്ച കടിക്കുന്ന ഒരു ടേസ്റ്റ്, അത് ഓവറാക്കിയിട്ട് വാട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ, കാരണം ടൊമാറ്റോ സോസ് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു കുറച്ചും കൂടെ ഞാൻ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ ചിക്കനിലും കൂടെ സോസ് പിടിക്കണമല്ലോ. അപ്പോൾ കുറച്ച് നേരം തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഇതാ നമ്മുടെ ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ് വന്നപാടെ ഞാനിതാ ചോറൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു. അങ്ങനെ മത്തി പൊരിച്ചതും അതുപോലെ തന്നെ മത്തിക്കറിയും പിന്നെ മുളക് അല്ലെങ്കിൽ കാന്താരി മുളക് എന്നൊക്കെ പറയും, അതിൻ്റെ വൈറ്റ് കളറുള്ള കാന്താരി മുളക് ഉണ്ടല്ലോ, അത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം കൂട്ടിയിട്ടാണ് ഫുഡ് കഴിക്കുക. പിന്നെ നമ്മുടെ ചിക്കൻ കടായി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം എൻ്റെ സ്കിൻ കെയർ ആണ് നിങ്ങൾ ഈ കാണുന്നത് ഗായ്സ്. അപ്പോൾ നമ്മൾക്കവൻ്റെ 10% നിയാസിനിമേറ്റ് സെറാട്ടോ ഞാൻ യൂസ് ആക്കുന്നത്. കുറേ കാലമായി വാങ്ങി വെച്ചിട്ട് എപ്പോഴെങ്കിലും ബോധം വരുമ്പോൾ മാത്രമാണ് യൂസ് ആക്കാറ് കേട്ടോ. ഇങ്ങനെ വീഡിയോ എടുത്തപ്പോഴാണ് ഒരു സ്കിൻ കെയറും കൂടി ആണ്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ സെറൊക്കെ യൂസ് ആക്കി. ലാക്മീൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ എടുത്ത് അപ്ലൈ ചെയ്ത് അതൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ, അടുത്ത് വാങ്ങാനായിട്ടുണ്ട്. പിന്നെ ഏതാണ് ലോജിക്കലിൻ്റെ സൺസ്ക്രീമും കൂടെ കേട്ടോ യൂസ് ആക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ യൂസ് ആക്കുന്ന സൺസ്ക്രീം ഏതാണ് ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല, എന്തായാലും പോയി കാണും. ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഈ ഒരു വീഡിയോൻ്റെ. ഇതൊക്കെയാണ് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കണേ. അങ്ങനെ ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ. ഞാൻ ചിക്കൻ കടായും അതുപോലെ തന്നെ ചോറൊക്കെ എടുത്തു. ഇനി നമുക്ക് മീൻ പൊരിച്ചതുണ്ട്, മത്തിക്കറിയുണ്ട്, പിന്നെ നമ്മുടെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അരിനെല്ലിക്ക കുറച്ച് നമ്മളെ മരത്തുമ്പിലൊക്കെ പിടിച്ചെടുക്കുന്നത് കണ്ടു കേട്ടോ. ഇതാണ് നമ്മുടെ നാട്ടിൽ അരിനെല്ലിക്ക എന്ന് പറയുന്ന സാധനം. ഇനി പലയിടത്തും പല പേരായിരിക്കുമല്ലോ. അങ്ങനെ അതൊക്കെ കുറച്ച് പറിച്ചെടുത്തു. ഉള്ളത് പുള്ളി ഞാൻ പറിച്ചെടുത്തു കേട്ടോ. ഇപ്പം ഉണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു കുറച്ചുണ്ടായിരുന്നു. ഞാൻ നമ്മൾ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ഉപ്പിലിട്ട വെള്ളം എടുത്ത് അതുപോലെ തന്നെ അതിന് ആ മുളക് കൊടുത്തിട്ട് അതിൽ ഉപ്പിലിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അരിനെല്ലിക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഈ ഉപ്പിലിട്ട വെള്ളം ഞാൻ മാറ്റി വെച്ചേക്കിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ അരിനെല്ലിക്ക ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഈ ഒരു മുളകാകുമ്പോൾ അത്യാവശ്യം എരിവും അതുപോലെ തന്നെ ആ ഒരു വിനാഗിരിയും കൂടെ പിടിച്ചതായതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ ഒറ്റ ദിവസം വിനാഗിരിയിലിട്ട് വെച്ചാൽ മതി, പിറ്റേന്നൊക്കെ നമുക്ക് എടുത്ത് കഴിക്കാം കേട്ടോ. അങ്ങനെ അത് ഞാൻ അരിനെല്ലിക്കയിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കലക്കി വെച്ചില്ലേ, ആ മുളകിൻ്റെ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് കുലുക്കിയെടുക്കുക. എന്ന് വെച്ചാൽ ഒന്നൊന്ന് ഷേക്ക് ചെയ്തെടുക്കുക. കാരണം ഉപ്പും വിനാഗിരിയൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് മേലെയാണല്ലോ ഉപ്പ് വെള്ളം ഒഴിക്കുന്നത്. അങ്ങനെ നമ്മൾ അത് സെറ്റാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് വിട്ടു കേട്ടോ. പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നു. അങ്ങനെ ഫാമിലി എല്ലാവരും കൂടെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ. ഓരോരുത്തരും ഓരോ വണ്ടിയിലായിട്ട് അവിടേക്ക് എത്തും. അങ്ങനെ പിന്നെ നമ്മൾ ബീച്ചിലൊക്കെ എത്തി. അപ്പോൾ ഒരു റൗണ്ട് നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടി റൗണ്ടൊക്കെ അടിച്ച് പാർക്കിംഗ് കിട്ടിയില്ല. അങ്ങനെ ഇവിടെ കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതിന് ശേഷം നമ്മൾ പേ പാർക്കിങ്ങിൽ തലക്കൽ എവിടെയോ ഒന്നുണ്ട് പേ പാർക്കിങ്, അവിടെ കൊണ്ടുപോയി പേ പാർക്കിംഗ് ചെയ്ത് പിന്നെ ഇങ്ങോട്ടേ കുറേ നടന്നു കേട്ടോ. ആ നടന്ന ക്ഷീണത്തിൽ ഇനി ഇവിടുന്ന് ചായ കുടിക്കാതെ അനങ്ങൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ചായ കുടിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു കല്ലുമ്മക്കായി പിന്നെ ഇവിടുത്തെ മുളക് ബജിക്ക് നല്ലൊരു ചട്നി തരാണ്ട്, അത് പൊള്ളിയാട്ടോ, പൊള്ളി ടേസ്റ്റാണ്. പിന്നെ കാടമുട്ടയും അങ്ങനെയൊക്കെ കുറച്ച് കടികളൊക്കെ വാങ്ങി കഴിച്ച് നമ്മളിതാ ഇനിയിപ്പം ഉമ്മനെയും ഉപ്പനെയും ഇട്ടാതനെയൊക്കെ അവിടെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ അവരെയും തിരഞ്ഞ് നടക്കുക കേട്ടോ. അവരുടെ അടുത്തെത്തിയപ്പോൾ എൻ്റെ മോനെ ഇപ്പനിട്ടിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയി വെള്ളത്തിൽ കളി എന്നായിരുന്നു. ഇപ്പനെ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റുന്നില്ല കേട്ടോ. ആൾ
ആൾ പിന്നെ ഒരു വട്ടം വെള്ളത്തിൽ ഇറക്കിയതാണ് അന്ന് കണ്ണൂർ പോയപ്പോൾ എൻ്റെ വലിയ താത്ത. ഞാൻ 6-ാം മാസത്തിലെ ആളെ വെള്ളത്തിൽ ഇറക്കൽ നിർത്തിയാണ്. കാരണം വെള്ളത്തിനോട് വല്ലാത്തൊരു മുഹബത്താണ് എൻ്റെ മോനിക്ക്. വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഇറക്കിയ ആൾ പെടും, പിന്നെ ഇങ്ങോട്ട് കയറും. ഞങ്ങൾക്ക് 2 പേർക്ക് അറിയുന്നുണ്ട്. ഞങ്ങൾ ബീച്ചിൽ പോകുന്ന സമയത്ത് അവനെ വെള്ളത്തിൽ ഇറക്കാറില്ല കേട്ടോ. വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ പെടുമല്ലോ. പക്ഷേ ഇക്കനെ വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള ചെറിയ ചെറിയ വാട്ടർഫാൾസിലും വെള്ളച്ചാട്ടത്തിലൊക്കെ നമ്മൾ പോയി അവനെ ഇറക്കാറുണ്ട്. കാരണം അത് എനിക്കും കൂടെ ഇഷ്ടമാണ് അങ്ങനെയുള്ളതിലൊക്കെ പോയി കളിക്കാൻ. പക്ഷേ ബീച്ചിൽ പോകുമ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ ഇറക്കാറേ ഇല്ല, ഞങ്ങൾക്കറിയാം. പിന്നെ എന്താ നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ പാർക്കിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുട്ടികളെ ഡാൻസ്, കുട്ടികളെ പാട്ടും പിന്നെ താത്തൻ്റെ മോളൊക്കെ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ആണ്. പിന്നെ ഇതിൽ കോപ്പിറൈറ്റ് ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാട്ടോ ഞാൻ പാട്ടൊന്നും ഇതിൽ കൊടുക്കാത്തത്.